ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു പെണ്ണാണൽ വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. വേറൊന്നുമല്ല, ഹസ്ബൻഡിൻ്റെ മാമൻ്റെ മോൻ്റെ പെണ്ണാണലാണ്. അപ്പം ഹാളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പെണ്ണിനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുട്ടികളെ കയ്യിൽ ഹാമ്പേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളൊരു മരത്തിൻ്റെ ചുവട്ടിലാണ്, നട്ടുച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ആ മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന്, കാരണം എല്ലാവരും വരണം എന്നിട്ട് ഒന്നിച്ച് കയറാമെന്ന് വിചാരിച്ച് നിന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒന്നിച്ച് തന്നെ കയറി. അങ്ങനെ ഹാളിലെത്തിയപ്പോഴാണ് കേട്ടോ സമാധാനമായത്. കാരണം വെയിലല്ലേ പുറത്ത്. അങ്ങനെ അകത്തേക്ക് കയറിയതിൻ്റെ ശേഷം പിന്നെ ഫസ്റ്റ് വരിയിൽ തന്നെ കുട്ടികളെ കയ്യിലൊക്കെ ഹാമ്പേഴ്സ് കൊടുത്ത് ആ വരി അവിടെ സെറ്റ് ചെയ്തു. തൊട്ട് ബാക്കിൽ തന്നെ ചെക്കനും കയറി കേട്ടോ. ചെക്കനും ഫ്രണ്ട്സ് എല്ലാവരും അങ്ങനെ കയറി വന്നു. ചെക്കൻ വന്നതിൻ്റെ ശേഷം പെണ്ണും വന്നു കേട്ടോ സ്റ്റേജിലേക്ക്. അങ്ങനെ ചെക്കൻ്റെ ഉമ്മ സ്റ്റേജിൽ കയറിയിട്ട് ബ്രേസ്ലെറ്റൊക്കെ കെട്ടിക്കൊടുത്തു. അപ്പം അത് കുളത്തിടാൻ കുറച്ച് ബുദ്ധിമുട്ടായപ്പോൾ മൂത്ത മരുമകൾ വന്നിട്ട് അതൊന്ന് റെഡിയാക്കി കൊടുത്തു. അങ്ങനെ കുട്ടികളെ കയ്യിലുള്ള ഹാമ്പേഴ്സൊക്കെ ഓരോ കുട്ടികളായിട്ട് വന്ന് കൊടുത്തു. പിന്നെ ഞങ്ങളൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ വന്നവരൊക്കെ ഓരോ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം അങ്ങനെ ഓരോരുത്തരായിട്ട് പിന്നീട് കയറാനൊക്കെ തുടങ്ങി. അവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു. പിന്നെ ചെക്കനും പെണ്ണും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. നല്ല ക്യൂട്ട് കപ്പിൾ എന്നൊക്കെ പറയില്ലേ. കാരണം ഹൈറ്റ് കൊണ്ടും നല്ല മാച്ചാണ്, പിന്നെ ഭംഗിയുണ്ടും രണ്ടുപേരും നല്ല ഭംഗിയുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കസിൻസും അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും വന്നവരൊക്കെ സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്ത് പെണ്ണിൻ്റെ കൂടെ. പിന്നെ ഞങ്ങളതൊക്കെ കൊടുത്തതിന് ശേഷം കേട്ടോ ഫോട്ടോ എടുത്തത്. പിന്നെ പെണ്ണും നല്ല കമ്പനി ആയിട്ട് സംസാരിച്ചു. പിന്നെ ഞങ്ങൾക്ക് ചെക്കനെ കൊണ്ട് ഡാൻസൊക്കെ ചെയ്യിപ്പിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി വിളിച്ചു. അപ്പോൾ പിന്നെ ഫുഡ് കഴിക്കാൻ
അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ വേണ്ടി ഒക്കെ സെറ്റ് ചെയ്തിരുന്നു. നല്ല ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ബിരിയാണി, മന്തി, എല്ലാ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുഡിങ് ഐറ്റംസ് വേറെ, ഉപ്പിലിട്ടത് വേറെ, ഫ്രൂട്ട്സ് വേറെ, അങ്ങനെ എല്ലാം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നട്ടുച്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ആ ഒരു ചൂടോണ്ടുള്ള ഒരു ഇതാണെങ്കിൽ കൂടിയും മോള് ഫുഡ് കഴിച്ചില്ല. ബാക്കി എല്ലാവരും ഫുഡ് ഞങ്ങൾക്ക് അവിടെ ഫുഡ് കഴിക്കുന്നവർക്ക് അധികം തിരക്കായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും എന്നാലും ചൂടുകൊണ്ട് നമുക്ക് കഴിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ലേ, അത്രയേ ഉള്ളൂ. മോളങ്ങനെ കഴിച്ചില്ലായിരുന്നു. പക്ഷേ കസിൻസിൻ്റെ മക്കളെ കയ്യിൽ തന്നെ ആയിരുന്നു മോള്. അതുകൊണ്ട് തന്നെ അവർ ഫ്രൂട്ട്സിൻ്റെ അവിടെ പോയിട്ട് അവളെ ഇങ്ങനെ ഫ്രൂട്ട്സ് കഴിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ബിരിയാണി കഴിച്ചില്ലെങ്കിലും ഫ്രൂട്ട്സ് നന്നായിട്ട് മോളെ കൊണ്ട് തിരിച്ചു. അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സ്റ്റേജിലേക്ക് തന്നെ വന്ന് പാട്ട് വെച്ചതിന് കൊണ്ട് തന്നെ കുട്ടികൾ സ്റ്റേജിൽ ഡാൻസ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഫോട്ടോ സെഷൻ അങ്ങനെയും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം പെണ്ണിൻ്റെ ആൾക്കാരും ചെക്കൻ്റെ ആൾക്കാരും എല്ലാവരും ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മോള് എൻ്റെ കയ്യിലില്ല. കാരണം ഈ കസിൻസിൻ്റെ മക്കളൊക്കെ മാറി മാറി പിന്നെ ചെക്കന്മാരും ഒക്കെ മോളെ മാറി മാറി എടുക്കുന്നതിനും കൊണ്ട് എനിക്ക് സമാധാനത്തിൽ പരിപാടി കൂടാൻ കഴിഞ്ഞിട്ടോ. കൂടാനും വീഡിയോ എടുക്കാനും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ സ്റ്റേജിൽ നിന്ന് ചെക്കനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണമെന്ന് വിചാരിച്ചിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നതിൻ്റെ ശേഷം ആ കർത്തവ്യം അവിടെ ചെയ്തു. അങ്ങനെ ചെക്കനും പെണ്ണൊക്കെ അടിപൊളിയായിട്ട് ഡാൻസൊക്കെ കളിച്ച് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.